പ്രൊവൈഡഡ് കണ്ടീഷൻ നമ്പർ 1 നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നിങ്ങളുടെ വ്യൂ ഈസ് ഈക്വൽ ടു ബിയറിഷ്, അല്ലെങ്കിൽ മാർക്കറ്റ് താഴ്പോട്ടേക്ക് വരും എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ വ്യൂ നമ്പർ 1 മാർക്കറ്റ് വ്യൂ ഈസ് ഈക്വൽ ടു ബിയറിഷ്. ഓക്കെ. നമ്പർ 2 നമുക്ക് എന്താ വേണ്ടുന്നത്, എക്സ്പയറി എന്നാണോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ 1 വീക്ക് വെനസ്ഡേ മോർണിംഗ്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ എക്സ്പയറി എപ്പോഴും എന്നാണ്, ട്യൂസ്ഡേ ആണ് എക്സ്പയറി. സോ ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് വെനസ്ഡേ മോർണിംഗ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്പയറി ഈ ഒരു ഹോംവർക്ക് നമ്മൾ നടത്തണം. മാർക്കറ്റ് എങ്ങോട്ടാണ് അത് കഴിയുമെങ്കിൽ നിങ്ങൾ തലേ ദിവസം തന്നെ നടത്തി വെക്കുന്നത് നല്ലതായിരിക്കും. ട്യൂസ്ഡേ നൈറ്റ് തന്നെ നടത്തി വെക്കുന്നത് നല്ലതായിരിക്കും. അഡീഷണലി മോർണിംഗ് ഒരിക്കൽ കൂടി ഒന്നും കൂടെ റീവർക്ക് ചെയ്തിട്ട് മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് 9:15 ആയിരിക്കും. 9:15 കഴിഞ്ഞ് 9:30 ടൈമിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. എങ്ങനെ വർക്കൗട്ട് ചെയ്യണം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യൂ എന്തായിരിക്കണം. ഡൗൺ സൈഡ് ആണെങ്കിൽ നിങ്ങൾ നേരെ ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ചെയ്യുക. ഇതിൽ തന്നെ ഉണ്ടാവും. ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. ഓപ്ഷൻ ബിൽഡറിൽ പോയിട്ട് ആഡ് ന്യൂ, ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആഡ് ന്യൂവിലുള്ള പ്രസ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് എക്സ്പയറി വരും. നമുക്ക് എടുക്കേണ്ടുന്ന എക്സ്പയറി ഏതാണ്? ഇന്ന് 16th December ആണ്. നമുക്ക് 23rd December, കാരണം ഇന്നത്തെ എക്സ്പയറി ഇനി ഇന്നത്തെ എടുക്കാൻ പറ്റും. സോ 23rd December എക്സ്പയറി നമുക്ക് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി 5 days നമുക്ക് ഉണ്ടാവും. സോ 5 ട്രേഡിംഗ് ഡേയ്സ് നമുക്ക് അവൈലബിൾ ഉണ്ടാവും, എക്സ്ക്ലൂഡിങ് ഹോളിഡേയ്സ്. സോ അതിൽ നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ വ്യൂ ഡൗൺ സൈഡ് ആണെങ്കിൽ സിമ്പിൾ ലോജിക് എന്ത് ചിന്തിക്കുക, പുട്ട് ഓപ്ഷൻ. ഡൗൺ സൈഡ് ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ അതിൽ ഏതാണ് നമുക്ക് വേണ്ടത്? ആദ്യത്തെ ATM സ്ട്രൈക്ക് അല്ല. ATMിൽ നിന്ന് 100 പോയിന്റ് ഔട്ട് ഓഫ് ദ മണി, ATMിൽ നിന്ന് 100 പോയിന്റ് ഔട്ട് ഓഫ് ദ മണി എന്ത് ചെയ്യുക, 1 ലോട്ട് ബൈ ചെയ്യുക. ഓക്കെ. വീണ്ടും ATMിൽ നിന്നും എത്ര അത് 300 പോയിന്റ്സ്. അപ്പോൾ ATMിൽ നിന്ന് 300 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എത്ര, 100 പോയിന്റ്സ്, 200 പോയിന്റ്സ്, ദെൻ 300 പോയിന്റ്സ്. 300 പോയിന്റ്സിൽ എന്ത് ചെയ്യുക, വീണ്ടും 1 ലോട്ട് ബൈ ചെയ്യുക. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.